ബി.ജെ.പി. പട്ടികജാതി മോർച്ച എറണാകുളം റവന്യൂ ജില്ലയുടെ നേതൃത്വത്തിൽ കണയന്നൂർ താലൂക്ക് ഓഫീസ് മാർച്ച് നടത്തി. പട്ടികജാതി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നത് തടയാനും നിയമനിർമ്മാണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു മാർച്ച്. പട്ടികജാതി മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജുമോൻ വട്ടേക്കാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി നയം പ്രഖ്യാപിക്കാൻ എന്താണ് വൈകുന്നതെന്നും ഷാജിമോൻ വട്ടേക്കാട് ചോദിച്ചു. പട്ടികജാതി ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം നടത്തണം. കുടിശ്ശിക വന്ന 377 കോടിയുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യണം. പട്ടികജാതിക്കാരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കണം. പട്ടികജാതി വികസന നയവും പ്രഖ്യാപിക്കണം. പട്ടികജാതി വിദ്യാർത്ഥികളെ പഠനം ബാധ്യതയിൽ വഴി ഉപേക്ഷിക്കേണ്ട സാഹചര്യം, ആ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒരു പട്ടികജാതി വികസന നയം അത് കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയന്റെ ഗവൺമെന്റ് വികസന നയം പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. LDF ഗവൺമെന്റും പട്ടികജാതി വികസന നയം പ്രഖ്യാപിക്കാൻ തയ്യാറാവാത്ത എന്തിനാണെന്ന് വ്യക്തമാക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. പട്ടികജാതി മോർച്ച ജില്ലാ അധ്യക്ഷൻ PA ബാബു അധ്യക്ഷത വഹിച്ചു. BJP എറണാകുളം സിറ്റി ജില്ലാ അധ്യക്ഷൻ KS ഷൈജു മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ എബിൻ രാജ്, അജീഷ് തങ്കപ്പൻ, CN വിൽസൺ, രാധിക രാജീവ്, EV മനോജ്, കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ ജലജ S ആചാര്യ, നവീൻ ശിവൻ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.